നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാം. ഈ കറണ്ടിനെ നമുക്ക് ചിലപ്പോൾ ഇന്റൻഷനലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ രണ്ട് കണ്ടീഷൻ, ഒന്ന് ഓൺ കണ്ടീഷനും ഉണ്ടാവും, അതുപോലെ ഓഫ് കണ്ടീഷനും ഉണ്ടാവും. സ്വിച്ചിന്റെ പൊസിഷൻ എങ്ങനെയാണോ കിടക്കണം അതനുസരിച്ച്. അപ്പൊ ഓൺ ആണ്, സ്വിച്ച് ഓൺ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, കോണ്ടാക്ട്സ് ജോയിൻ ചെയ്ത് അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ടിരിക്കും. സ്വിച്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലോ കോണ്ടാക്ട് ഓപ്പൺ ആയിരിക്കും, സോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ കറണ്ടിന്റെ ഫ്ലോയിലുള്ള ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വിച്ച് എന്തിനു വേണ്ടിയാണ്, സ്വിച്ച് ഒരു കൺട്രോൾ മെക്കാനിസത്തിന് വേണ്ടിയാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സ്വിച്ച് ഓപ്പൺ ചെയ്തേക്കുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോഡ് ടെർമിനലിലോട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു പവർ എന്ത് കിട്ടില്ല, പവർ ഔട്ട്പുട്ട് നമ്മുടെ ലോഡിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. പക്ഷെ സ്വിച്ച് ക്ലോസ്ഡ് ആണ്, സ്വിച്ച് ക്ലോസ്ഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം സ്വിച്ച് ഓൺ ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലോഡിലോട്ട് കണക്റ്റഡ് ആയിരിക്കും, ലോഡിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു പവർ ഔട്ട്പുട്ട് ഈ പറയുന്ന ലോഡിന് അക്രോസ് നമുക്ക് ലഭിക്കും. സ്വിച്ചസിൽ വരുന്ന മെയിൻ ടൈപ്പുകൾ ഇലക്ട്രിക്കൽ സ്വിച്ചും ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ സ്വിച്ചും ഉണ്ട്. മെക്കാനിക്കൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്വിച്ചിനെ എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ആൻഡ് ഓഫ് മാനുവലി അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ സ്വിച്ചിന്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്വിച്ചിനെയാണ് നമ്മൾ മെക്കാനിക്കൽ സ്വിച്ച് എന്ന് പറയും. ഇനി ഇലക്ട്രിക്കൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഒരു ഡയോഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഡയോഡിനകത്ത് കൊടുക്കുന്ന സപ്ലൈ, അതിപ്പം ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവണ കണ്ടീഷനിലാണ് ഈ സ്വിച്ച്, ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഈ ഡയോഡിൽ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോ ഈ പറയുന്നതാണ് ഇലക്ട്രിക്കൽ സ്വിച്ച്. അതിന്റെ ഓപ്പറേഷൻ നമ്മൾ മാനുവൽ കോണ്ടാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്വിച്ചസ് ആണ് ഇലക്ട്രിക്കൽ സ്വിച്ചസ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കൽ സ്വിച്ചിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ്. അത് നമ്മൾ എത്ര പോൾസും എത്ര ത്രോയും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് എത്ര പോൾസ് കണക്ഷൻ വന്നിട്ടുണ്ട്, ത്രോ എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര ഔട്ട്പുട്ട് ടെർമിനലിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ. അതിന്റെ ഷോർട്ട് വേർഡ് നോക്കാം, SPST, സിംഗിൾ പോൾ സിംഗിൾ ത്രോ. PSC ചോദിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു ടേം തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. SPST എന്ന് പറഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ. SPDT എന്ന് പറഞ്ഞാൽ സിംഗിൾ പോൾ ഡബിൾ ത്രോ. അപ്പം നമ്മൾ ഏതൊരു സ്വിച്ച് എടുത്താലും ആ ഒരു സ്വിച്ചിനെ നമുക്ക് യൂഷ്വലി അതിന്റെ നമ്പർ ഓഫ് പോൾസും അതിന്റെ ത്രോയും വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഒരു പോൾ ആൻഡ് സിംഗിൾ ത്രോ, ഒരു ത്രോ ആണ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു പോൾ ആണ്, ഡബിൾ ത്രോ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഡബിൾ പോൾ സിംഗിൾ ത്രോ, നെക്സ്റ്റ് ഡബിൾ പോൾ ഡബിൾ ത്രോ. ഇതിന്റെ ഒക്കെ കോഡ്സും കൂടി നോക്കി വെക്കുക, DPST അതുപോലെ DPDT. ഇനി ഇതിന്റെ കറണ്ടിനെ എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്യുന്നത്, ഇതിന്റെ ഓപ്പറേഷൻ ടൈമിൽ എങ്ങനെയാണ് ഈ സർക്യൂട്ട് അതിന്റെ കറണ്ടിന്റെ വാല്യൂ, ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട കറണ്ടിന്റെ വാല്യൂവിനെ ഡീൽ ചെയ്യണത് എന്നനുസരിച്ച് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ലാച്ച് സ്വിച്ചും മൊമെന്ററി സ്വിച്ചും. ഇനി ലാച്ച് ആൻഡ് മൊമെന്ററി സ്വിച്ചസ് 8 തരമുണ്ട്. പുഷ് ബട്ടൺ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, പ്രഷർ സ്വിച്ച്, ഫ്ലോട്ട് സ്വിച്ച്, ടെമ്പറേച്ചർ സ്വിച്ച്, ടോഗിൾ സ്വിച്ച്, റോട്ടറി സ്വിച്ച്, ജോയ്സ്റ്റിക് സ്വിച്ച്. ഇതിലെല്ലാ സ്വിച്ചസും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്വിച്ചസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓരോ സ്വിച്ചുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിംഗിൾ പോൾ സിംഗിൾ ത്രോ, ദാറ്റ് ഈസ് SPST സ്വിച്ച്. നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു സർക്യൂട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് ആ സർക്യൂട്ടില് ഈ പോകുന്ന പാത്തിലെ കറണ്ട് ഫ്ലോയിനെ നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അല്ലെ, ഒരു സ്വിച്ച് ഇതാ ഇങ്ങനെ കാണിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടാക്റ്റിന്റെ ഒരു സൈഡിലോട്ട് നമ്മുടെ ഇൻപുട്ട് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കോണ്ടാക്റ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോണ്ടാക്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന കോണ്ടാക്ട് ഔട്ട്പുട്ട് ടെർമിനലിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ, അപ്പൊ ഈ പോകുന്ന ലൈനിൽ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ SPST സ്വിച്ച് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഈ സ്വിച്ചിനെ ഈ ഓൺ ആൻഡ് ഓഫ് കൺട്രോൾ ചെയ്യണു ഒരു
ഇൻപുട്ട് ആൻഡ് ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനെ തന്നെ ഈ ഒരു ലൈറ്റ് സർക്യൂട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് SPST സ്വിച്ച് ആണ്. ഈ സ്വിച്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടോഗിൾ സ്വിച്ച്. അപ്പൊ ടോഗിൾ സ്വിച്ച് എന്ന് അറിയപ്പെടുന്നത് ഈ പറയുന്ന SPST സ്വിച്ചിനെയാണ് നമ്മൾ ടോഗിൾ സ്വിച്ച് എന്ന് പറയും. ഇനി സിംഗിൾ പോൾ ഡബിൾ ത്രോ ഉണ്ട്. അപ്പൊ നോക്കി അറിയാൻ പറ്റും, നമ്മൾ ഒരു കണക്ഷൻ ഒരു പോൾ ഉള്ളൂ, പക്ഷെ ഇതിന്റെ കോണ്ടാക്ട് രണ്ട് സ്ഥലത്തോട്ടാണ് വന്ന് അടിക്കുന്നത് അല്ലെ. ഇവിടെയും ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്ഷൻ. അപ്പൊ രണ്ട് ത്രോ പോസിബിൾ ആണ്. ഒരു ത്രോയിനകത്ത് നമ്മൾ നോക്കിയാൽ ഈ കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു കോണ്ടാക്റ്റിലോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഈ ഇതിൽ നിന്ന് പോകുന്ന കണക്ഷൻ എന്തായിരിക്കും? ഓപ്പൺ ആയിട്ട് എടുക്കും. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ കോണ്ടാക്ട് നമുക്ക് താഴത്തെ സ്ഥലത്തോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പോർഷൻ എന്തായിട്ട് എടുക്കും? ഓപ്പൺ ആയിട്ട് എടുക്കും. അപ്പൊ അതാണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറയും. ദാറ്റ് ഈസ് SPDT സ്വിച്ച്. യൂഷ്വലി ഇവിടെ നിന്ന് ഇപ്പൊ നമ്മളൊരു സ്റ്റെയർ കേസ് ഒക്കെ കൺസിഡർ ചെയ്യാം. അപ്പോ നമ്മൾ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരേ ഒരു ലാമ്പിനെ തന്നെ നമുക്ക് രണ്ട് പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്വിച്ച് ആണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ. അപ്പൊ രണ്ട് ഔട്ട്പുട്ട് കണക്ഷൻ ആണ് നമ്മൾ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ടിലോട്ടുള്ള കണക്ഷന് രണ്ട് പാത്താണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഈ SPDT സ്വിച്ചിൽ ഒരു ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്. ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനെടുത്ത് രണ്ട് ഔട്ട്പുട്ട് കണക്ഷൻ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഈ SPDT സ്വിച്ച് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെയർ കേസിലൊക്കെ നമുക്ക് രണ്ട് ഡിഫറെന്റ് പോയിന്റിൽ നിന്ന് ഒരേ ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് SPDT സ്വിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് ഡബിൾ പോൾ സിംഗിൾ ത്രോ. ഇവിടെ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ സപ്ലൈ കണക്ഷൻ വരയ്ക്കുന്നത് ഇങ്ങനെ അല്ലെ. നമ്മൾ ലാബിലൊക്കെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് സംടൈംസ് നമ്മൾ ഇങ്ങനെ ഒരു കണക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ അവിടെ സ്വിച്ച് കഴിഞ്ഞു വരുന്നിടത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് കാണിക്കുന്നത്. അപ്പം രണ്ട് പോള്, ആ രണ്ട് പോളിൽ നിന്ന് രണ്ട് കോണ്ടാക്ടറും എന്തായിരിക്കും? മെക്കാനിക്കലി അവർ കണക്റ്റഡ്. അപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓപ്പൺ ആക്കാൻ നേരത്തെ ഈ രണ്ട് കോണ്ടാക്റ്റും ഓപ്പൺ ആവുന്നത്, അതിൽ നിന്ന് പോകുന്ന ഈ രണ്ട് പോർഷനും ആണ് എന്ത്? ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഡബിൾ പോൾ എന്ന് പറയും. ഇനി ഇതിനകത്ത് ആകെ ഒരു കണ്ടീഷൻ അല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഈ കോണ്ടാക്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ഔട്ട്പുട്ട് പോർഷനിൽ നിന്ന് ഔട്ട്പുട്ട് കോണ്ടാക്റ്റിൽ നിന്ന് ഓപ്പൺ ആണ്. ഇനി ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ കോണ്ടാക്റ്റിലോട്ട് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു ത്രോയേ ഉള്ളൂ, അല്ലാണ്ട് രണ്ട് ഡിഫറെന്റ്. ഇപ്പൊ ഇവിടെ വേറൊരു സാധനം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയല്ല. ഈ സാധനം ഓപ്പറേറ്റ് ചെയ്തത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പാത്തേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ ത്രോ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നമ്മൾ രണ്ട് പോൾസ് കണക്ട് ചെയ്തു, ഇതിന്റെ ഹാൻഡിൽ അല്ലെങ്കിൽ ഇതിന്റെ കോണ്ടാക്ട് എന്തായിരിക്കും? കപ്പിൾഡ് ആണ്. നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്തെ ഇതിന് ഈ ഒരു ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇതിലോട്ട് കണക്ട് ചെയ്തേക്കണം അല്ലെങ്കിൽ മെക്കാനിക്കലി കണക്ട് ചെയ്തിരിക്കുന്ന ആ കോണ്ടാക്ട് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്. ഇത് എന്താണ്? ടോഗിൾ ഓപ്പറേഷൻ തന്നെയാണ് ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് പെർഫോം ചെയ്യുന്നത്. അടുത്തതാണ് ഡബിൾ പോൾ ഡബിൾ ത്രോ, ദാറ്റ് ഈസ് DPDT സ്വിച്ച്. ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന രണ്ട് പോൾസ് ഉണ്ട്, ഇതിനകത്തുള്ള കോണ്ടാക്ട് കപ്പിൾഡ് ആണ്. ഈ ഒരു പൊസിഷനിലും ഇട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ത്രോ ചെയ്ത് ഈ കോണ്ടാക്ട് ഈ സൈഡിലോട്ട് ത്രോ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു സർക്യൂട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം രണ്ട് അല്ലെങ്കിൽ ഒരേ സർക്യൂട്ടിന്റെ ചിലപ്പോൾ രണ്ട് പോർഷനിലോട്ടായിരിക്കും കണക്ഷൻ വരിക. അങ്ങനെ രണ്ട് ഔട്ട്പുട്ട് ടെർമിനലിലോട്ട് ഈ ഒരു ഇൻപുട്ട് ടെർമിനലിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട സ്ഥലം. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരം സ്വിച്ചസ് ആണ് ഡബിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറയും. ഈ ഡബിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് SPDT സ്വിച്ചസ് കണക്ട് ചെയ്യണത് പോലെ. ഓക്കെ, അപ്പൊ ഡബിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് SPDT സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചസ് കണക്ട് ചെയ്തിരിക്കുന്നത് പോലെ. അപ്പൊ ഇവിടെ ഒരു സിംഗിൾ പോൾ ഇതെടുത്തു, ഇതിനകത്തേക്ക് രണ്ട് ത്രോ ഉണ്ട് അല്ലെ. ഒരു ത്രോ ഇങ്ങോട്ടേക്കും ഒരു ത്രോ ഈ ഒരു സൈഡിലോട്ടും. നെക്സ്റ്റ് ഈസ് ലിമിറ്റ് സ്വിച്ച്. ഈ ഒരു സ്വിച്ചിന്റെ ഫിഗർ നോക്കുക, ഇതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലെ. അപ്പൊ ഈ ലിമിറ്റ് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മെഷീനറിയിൽ, മെഷീനറിയിൽ ഒരു കൺട്രോൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പൊ ഒരു സേഫ്റ്റി മെഷറിനും അതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് പാസ് ചെയ്യുമ്പോൾ മാത്രം ഇത് ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഡീലിംഗിലാണ് നമ്മൾ ഈ ലിമിറ്റ് സ്വിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഈ ഒരു ഡിവൈസിന് നമ്മൾ സെറ്റ് ഓഫ് കോണ്ടാക്ട്സിലോട്ട് കണക്ഷൻ വരും. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ രണ്ട് കോണ്ടാക്ട് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം സെറ്റ് ഓഫ് കോണ്ടാക്ട്സിലോട്ട് മെക്കാനിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. ഈ ആൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഈ കോണ്ടാക്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ കോണ്ടാക്ടിന്റെ ഓപ്പറേഷൻ വരുന്നത് ചിലപ്പോ ഒരു എന്തെങ്കിലും സർക്യൂട്ടില് ഒരു
സംഭവം ഒരു ഒബ്ജക്ട് പാസ് ചെയ്ത് പോയി. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒരു മോഷൻ അത് ഡിറ്റക്ട് ചെയ്തു. അത് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ സർക്യൂട്ട്, നെക്സ്റ്റ് സർക്യൂട്ട് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെങ്കിൽ സ്വിച്ച് ആണ് ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടോഗിൾ സ്വിച്ച്. ടോഗിൾ സ്വിച്ച് നമ്മൾ ഓൾറെഡി SPST സ്വിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. ഈ ഒരു സ്വിച്ച് യൂഷ്വലി ഹൗസ് ഹോൾഡ് പർപ്പസിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പം സിംഗിൾ പോൾ സിംഗിൾ ത്രോയും അതുപോലെ SPDT സ്വിച്ചും, ഈ രണ്ട് കേസിലും നമ്മളിപ്പോ വീടുകളിലൊക്കെ ഇപ്പം നമ്മൾ സ്റ്റെയർ കേസിലൊക്കെ SPDT സ്വിച്ച് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ ഈ രണ്ട് കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ച് ആണ് ടോഗിൾ സ്വിച്ചിന്റെ കാറ്റഗറിയിൽ വരും. നെക്സ്റ്റ് നമ്മളോട് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് TPTT സ്വിച്ച് എന്ന് വെച്ചാൽ ട്രിപ്പിൾ പോൾ ട്രിപ്പിൾ ത്രോ സ്വിച്ചസ് ആണ്. ഇതും യൂഷ്വലി 3 ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ICDP സ്വിച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പാൻഷൻ നോക്കുക. അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്, സിംഗിൾ ഫേസ് അപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ICDP സ്വിച്ച്. അപ്പോ ഈ ICDP സ്വിച്ച് എടുത്ത് നോക്കിയാൽ അവിടെ 2 ഫ്യൂസ് ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. 2 ഫ്യൂസ് ലിങ്ക്സ് ആയിരിക്കും ഒരു ICDP സിംഗിൾ ഫേസ് സ്വിച്ചിൽ ഉണ്ടാവും. അത് കൂടാണ്ട് നമുക്ക് ന്യൂട്രൽ ലിങ്കും കൂടെ അവിടെ കണക്റ്റഡ് ആയിരിക്കും. ഈ ICDP സ്വിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് റേറ്റിംഗ് 16 ആംപിയറിലും 32ലും അതുപോലെ 200-250 ആംപിയർ റേഞ്ചിലൊക്കെ ICDP സ്വിച്ചസ് അവൈലബിൾ ആണ്. ICTP എന്ന് പറയുമ്പോൾ അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ ആണ്. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് ICTPയുടെ ഫിഗറാണ്. അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ സ്വിച്ച് ആണ്. ഇവിടെ നമുക്ക് കാണാം 3 ഫ്യൂസസും ന്യൂട്രൽ ലിങ്കും ആയിരിക്കും ഈ ICTP സ്വിച്ചിൽ വരിക. യൂഷ്വലി ICTP സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫേസ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഫ്ലോ ചെയ്യുന്ന റേറ്റിംഗ് വരുന്ന കറണ്ട് റേറ്റിംഗ് വരുന്നത് 15, 30, 60, 100, 150, 250 ഇത്രയും ആംപിയർ റേറ്റില് ICTP സ്വിച്ചസ് എന്താണ് അവൈലബിൾ ആണ്. ഇത്രയാണ് നമ്മൾക്ക് സ്വിച്ചസിന്റെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ഇതിന്റെ എക്സ്പാൻഷൻസ് എല്ലാം തന്നെ നോക്കി വെക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളതും നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.